ക്ക് എന്താണ് പ്രത്യേക വില എന്നുള്ളത് ചോദിക്കാം. നമ്മുടെ ആൽവിൻ കൂടെ ഉണ്ട്. മിസ്റ്റർ ആൽവിൻ തോമസ്, ഗുഡ് ഈവനിങ്. ഇപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിലേ ഇപ്പൊ തിരുവനന്തപുരത്തെ സദ്യ, അതേപോലെ തിരുവനന്തപുരം കൊല്ലമൊക്കെ ഏറെക്കുറെ ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു സ്റ്റൈൽ സദ്യ, നമ്മൾ മലബാറിലോട്ട് പോകുമ്പോഴത്തേനും വേറൊരു ടൈപ്പ് സദ്യ. അവർക്ക് സദ്യയുടെ കൂടെ നോൺ വെജ് ഒക്കെ ഉള്ള ഒരു സദ്യയാണ് മലബാറിലോട്ട് പോകുമ്പോഴത്തേക്കും. പ്രത്യേകിച്ച് കണ്ണൂരിലെ സദ്യയൊക്കെ ആ തരത്തിലുള്ളതാണ്. പക്ഷെ ഞാൻ ഇടുക്കിയിലെ സദ്യയെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. ഇടുക്കിയിലെ സദ്യയുടെ പ്രത്യേകത എന്താ ആൽവിൻ? ഇടുക്കിയിലെ സദ്യ മറ്റ് പലയിടങ്ങളിലെയും പോലെയൊക്കെ തന്നെയാണ് ചെയ്തു. പക്ഷേ കൂടുതൽ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിയുള്ള സദ്യ തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ പക്ഷേ പച്ചക്കറിക്ക് ഇത്തവണ തീ പൊള്ളുന്ന വിലയാണ് എന്നുള്ളത് തർക്കമില്ല. ഇലയിട്ടാൽ കൈ വിട്ടിയാൽ നമ്മുടെ നെഞ്ചും പൊള്ളും കൈയും പൊള്ളും. ആ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു കൗതുക കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഞാൻ തൊടുപുഴ മാർക്കറ്റിലുള്ളത് ഇവിടെയുള്ള ആളുകളെയൊക്കെ നോക്കി മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇവിടെ വന്നിപ്പോൾ ഈ പച്ചക്കറി വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നാളെ മുതൽ ഇത് ഓണത്തിരക്കിലേക്ക് കടക്കുമ്പോൾ ഉത്രാടപ്പാച്ചിലിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും കൂടുതൽ ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ ഓണത്തിന് പച്ചക്കറി വാങ്ങിക്കാൻ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ വില നല്ല വില തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ കടയുടെ ഉടമസ്ഥനായിട്ടുള്ള ചേട്ടൻ പറയുന്നത്. ബീൻസും പയറും ഒക്കെ സാമാന്യം കഴിഞ്ഞ തവണത്തിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. വില കൂടിയല്ലേ ചേട്ടാ? ബീൻസ്, പയറ്, വഴുതനങ്ങ, മുരിങ്ങ നാലഞ്ചേറ്റം കൂടിയിട്ടുണ്ട് വില. ബാക്കിയെല്ലാം സാധനം വിലയുള്ളൂ. ഈ അവിയൽ കൂട്ടൊക്കെ എങ്ങനെയുണ്ട്? അവിയൽ കൂട്ടം കിലോ 60 രൂപയ്ക്ക് പോയിക്കണത്. മുമ്പൊക്കെ കുറച്ച് കുറവായിരുന്നല്ലോ. 200 രൂപ വരുന്നത് ഇപ്പോൾ കൂടി. ഇന്നിപ്പോൾ മലയാളികളെ കുറവാണല്ലോ കാണുന്നത്. ഞായറാഴ്ച കൂടുതൽ മലയാളം ഉള്ളത്. ബംഗാളിൽ ഞായറാഴ്ച കൂടുതൽ. നാളെ മലയാളം ഉണ്ടാവുള്ളൂ. നാളെ നാളെ മലയാളം ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. വിലത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൊല്ലം കൂടാറുള്ള വിലച്ച് കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയും വില കുറവുണ്ട്. വില കുറവൊന്നുമില്ല. വില ഉണ്ട്. വിലച്ച് കൂടിയിട്ടുണ്ട്. വില കുറവൊന്നുമില്ല. ചെയ്തു. അതാണ് ഈ മൊത്തത്തിൽ വില കൂടുതൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ വരുന്ന മണിക്കൂറുകളിലൊക്കെ ഇനി ഉത്രാടപ്പാച്ചിലേക്ക് കടക്കുമ്പോഴൊക്കെയാണ് മലയാളികൾ കൂടുതലായും പച്ചക്കറി വാങ്ങാൻ ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ കടക്കാരൊക്കെ പറയുന്നത്. പല സ്ഥാനത്തിലും വില കൂടിയിട്ടുണ്ട്. അവിയൽ കൂട്ടത്തിനൊക്കെ വില കൂടിയിട്ടുണ്ട്. നമുക്ക് കണ്ട പോലെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തമിഴ്നാട് പോയിരുന്നു. അവിടെ പച്ചക്കറി കുറവുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് വെള്ളമില്ലാതെ, മഴയില്ലാതെ വന്നതിൻ്റെ വലിയ പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പച്ചക്കറിയുടെ വിളവിൽ കുറവുണ്ട്. അത് ഒരു പക്ഷേ ഇങ്ങോട്ടേക്കും ബാധിക്കും. കാര്യം തൊട്ടടുത്ത് തന്നെ ഉള്ള പ്രദേശമാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളാണ് ഇങ്ങോട്ട് കൂടുതൽ വരിക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയൊക്കെ കൊടുത്ത പോലെ കാന്തല്ലൂര് വട്ടവട മേഖലകളിൽ നിന്നുള്ള പച്ചക്കറിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെയും ഇത്തവണ മഴക്കുറവുണ്ടായി. മറ്റിടങ്ങളിലൊക്കെ വലിയ മഴ പെയ്തപ്പോൾ ആ മേഖലകളിലൊക്കെ മഴക്കുറവുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊക്കെയുള്ള പച്ചക്കറികളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള പച്ചക്കറിക്ക് വലിയ വില വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എന്നാ മേടിക്കാൻ വന്നതാണോ പച്ചക്കറി? അല്ല, എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ചോദിച്ചു വരുന്നേ ഉള്ളൂ. ചേട്ടൻ ചോദിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. പല പച്ചക്കറി കടയിലും ഇതൊക്കെ തന്നെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? സാധനമൊക്കെ മേടിച്ചോ ഓണത്തിന്? വില വേണോ? വില കൂടുതലായിട്ടുള്ള ഒക്കെയാണെന്നാണ് പറയുന്നത്. എല്ലാവരും മേടിച്ചിട്ട്. ചേച്ചി, പച്ചക്കറി വാങ്ങിച്ചോ? ഓടി പച്ചക്കറി വാങ്ങിക്കാൻ ഓടുകയായിരുന്നു അവര് എല്ലാവരും. ഈ പച്ചക്കറി ഒരു എന്തായാലും അടിപൊളി. കാര്യമായിട്ട് വിലക്കയറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് വിലക്കയറ്റവും ഇല്ല. പിന്നെ എത്ര വിലക്കയറ്റം ഉണ്ടായാലും നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുമല്ലോ. പിന്നെ പറഞ്ഞ പോലെ